സ്കൂൾ വാനിപ്പെത്തും മടി പിടിച്ചൊരുറക്കം. ഡൊണേഷനും ഫീസും കൊടുത്ത് മുടിഞ്ഞു. പ്രോഗ്രസ് റിപ്പോർട്ട് വരട്ടെ, അപ്പ പറയാം. കൊഞ്ഞനം കാണിക്കുന്നു. മഹാലക്ഷ്മി, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. പുലർച്ചെ കണ്ട സ്വപ്നമായതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്. വളർന്നു വലുതായി 16 വയസ്സ് തികഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ ഇരട്ട പെൺമക്കൾ സ്വർണ്ണക്കസുള്ള പട്ടുകുപ്പായം അണഞ്ഞ് കൂന്നൂരിലെയും മൂന്നാറിലെയും മാഞ്ചിയം തേക്കിൻ മരങ്ങൾക്കിടയിലൂടെ 2 അപ്സരസ്സുകളെ പോലെ അവർ ഓടിക്കളിക്കുന്നു, പാറിക്കളിക്കുന്നു. കൊള്ളാം. ഇതില്ലേ നിങ്ങള് ഇതപ്പ ചെയ്യാം. മമ്മി വാൻ വന്നു. ഞാൻ പോവാ, എന്റെ വേണ്ട. ഹായ് ഹായ് കുക്കു. ദേവിക്കു, വഴക്കുണ്ടാക്കരുത്, ഒന്നിച്ചു പോയാ മതി. സൂക്ഷിച്ചു പോണേ. ടാറ്റ കുക്കു. നിങ്ങളെ കറപ്പിക്കാൻ നോക്കും മനുഷ്യ. ഇനി ഒരുങ്ങിട്ട് എപ്പോഴാ? എന്നും ലൈറ്റായി ഞാൻ സ്കൂളിൽ എത്താറുള്ളൂ. പാറിക്കളിക്കുന്നു, ഓടിക്കളിക്കുന്നു. പാറിക്കളിക്കുന്നു, ഓടിക്കളിക്കുന്നു, നടന്നു കളിക്കുന്നു. കീറിപ്പോയ യൗവനത്തെ വാർത്തയ്ക്കും വെള്ളനൂല് കൊണ്ട് ഇടതുന്നി. ഇനി അതിപ്പോ ചായം തേച്ച് കറുപ്പിക്കാനുള്ള ശ്രമത്തിലല്ലേ? സോറി, ഇന്നലെ ഞാൻ അല്പം ബോറായി പോയി. ഞാനെന്നും ബോറം തന്നെയാണല്ലോ. മദ്യപിച്ചപ്പോ മനസ്സിൽ ചില പ്രതികാരങ്ങൾ നാം പെടുത്തു. താൻ ഇന്നലെ വിളിച്ചു പോയത് സത്യം തന്നെയാ. ഈ തറവാടുന്ന് നിനക്ക് പെണ്ണ് തരുന്ന കാര്യത്തിന് ശക്തിയായി എതിർത്തത് ഞാൻ തന്നെയാ. വകുപ്പ് നോക്കുമ്പോ നീ അനന്തൻ നായരുടെ അനന്തരവനാ. പക്ഷെ പെണ്ണ് ചോദിക്കുമ്പോ അതിൻ്റെതായ ചില യോഗ്യതകളൊക്കെ വേണ്ടേ? ഈ സൗന്ദര്യം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണല്ലോ. ഈ കണ്ണും മൂക്കും പല്ലുള്ളത് കൊണ്ട് മാത്രം ഒരു മുഖമില്ല, മനസ്സിലായോ? ഈ ചന്ദ്രോത്ത് തറവാട്ടുകാര് ഈ രാമുണ്ണി മാഷ വില എട്ടിയെടുത്തിരിക്കുന്നത് അറിയോ? അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. ആയ കാലത്ത് എന്റെ മുഖ സൗന്ദര്യം നീ കണ്ടിരുന്നോ? കണ്ണാടിയിൽ നോക്കിയാൽ എനിക്ക് തന്നെ കൊതി തോന്നും. ചെറുതിലെ ഞാൻ ചിരിക്കുമ്പോ ഈ 2 കവിളിലും ഓരോ നുണക്കുഴി വീതം വിടരുമായിരുന്നു. ഇപ്പൊ ചിരിക്കാതെ തന്നെ വിരിയുമല്ലോ. എടോ, ഇങ്ങോട്ട് നോക്കുക. പഴയതല്ല ഇനി അങ്ങോട്ട് മറക്കുക. ഗുരുത്വദോഷം കൊണ്ട് നീ ആശിച്ച പെണ്ണിനെ തന്നെ നിനക്ക് ഭാര്യയായി കിട്ടുകയും ചെയ്തു. ഇപ്പൊ ഒരേ വണ്ടിയില് 2 പാസഞ്ചേഴ്സാണ് നമ്മള്. ഇപ്പൊ ഇവിടുത്തെ പൊതുശത്രു പരേതനായ അനന്തൻ നായരല്ല, പിന്നെ ചന്ദ്രോത്ത് അനന്തൻ നായരുടെ സീമന്തപുത്രൻ കുഞ്ഞനന്തൻ. അതേടോ, ഇന്നലെ വീണ്ടും ആ പരട്ടത്തള്ള പറഞ്ഞു കുഞ്ഞനന്തന് ജോലി കിട്ടിയാലേ പാർട്ടിഷൻ നടക്കൂ. എങ്കിൽ ഈ ജന്മത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ യൂണിറ്റ് ഉണ്ടാവണം. ഗതികെട്ട സാത്താനെ സേവിക്കണം എന്നാണല്ലോ പഴഞ്ചൊല്ല്. സേവിക്കാം, സാത്താനെ തന്നെ സേവിക്കാം. വരട്ടെ. വിരഹിതന്റെ ഈ ഇരിപ്പ് കാണുമ്പോ സങ്കടം തോന്നുന്നു. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മമ്പനെ കാക്ക കൊത്തി പോയി. മാങ്ങേണ്ടിയല്ല ഒരു കഷണം പോലും ഞാൻ ഒന്നും കിട്ടത്തില്ല. രൂപവും ഭാവവും നോക്കി ഈ ഇരിപ്പിന്റെ ഒരു അവസ്ഥ ഞാൻ പറയട്ടെ. തൊണ്ടയിൽ വലിയൊരു മുള്ള് വിലങ്ങനെ കുടുങ്ങി, പല്ലിളിച്ച് വാവൊളിച്ച് നിസ്സഹായ ഭാവത്ത് നിൽക്കുന്ന ഒരു പീറ പട്ടിയെ പോലുണ്ട്. എന്നേക്കൊക്കെ ഒരു കാര്യം ചെയ്യും. ഈ നീണ്ട കഴുത്ത് ഈ തൊണ്ടക്കകത്തേക്കിട്ട് ആ തടഞ്ഞു നിൽക്കുന്ന മുള്ളൊന്ന് എടുത്തു തരോ? മനുഷ്യനൊക്കെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു പരിഹാസം. ചാവാൻ മെനക്കെട്ട് നടക്കുന്നവനാ. ഈ കൊക്കിനെ കൊന്ന് ജയിലിൽ പോണ്ട ഗതികേട് ഉണ്ടാക്കല്ലേ. അളിയനാന്ന് ഞാൻ നോക്കുന്നില്ല. പോ 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 പോ. അയ്യോ, ഇപ്പോഴങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓ പോട്ടെ കൂട്ടുകാരാ. സത്യത്തിൽ വിഷം കഴിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെ പിടിച്ച് കടിച്ചാൽ തന്നെ മരിക്കാൻ ആവശ്യത്തിനുള്ള വിഷം നിനക്ക് കിട്ടരുത്. ഇത് നീർക്കോലി, മറ്റത് ഞാഞ്ഞൂല്. പക്ഷെ രണ്ടിനും വിഷമുണ്ട്. പിന്നെ
വൈകിട്ട് അവൾ അമ്പലത്തിൽ വരും. കാലത്ത് ശ്യാമളയെ കണ്ടു. എങ്ങനെയെങ്കിലും ചേച്ചിയെ കൊണ്ടുവരാമെന്ന് അവൾ ഏറ്റിട്ടുണ്ട്. ഇനി സഹതാപം കൊണ്ടോ പശ്ചാത്താപം കൊണ്ടോ അവളുടെ മനസ്സ് മാറി കിട്ടിയ നിന്റെ ഭാഗ്യം. നിന്റെ ചേച്ചിയുടെ മനസ്സ് മാറൂ. എനിക്ക് തോന്നുന്നില്ല. അച്ഛനെ വേദനിപ്പിക്കാൻ വയ്യെന്ന് എന്നോട് പറഞ്ഞത്. 3 തവണ ബൈപ്പാസ് സർജറി നടത്തിയതാ. എന്തെങ്കിലും നിസ്സാര കാര്യം മതി ഇനി അച്ഛന്. 3 തവണ ഹൃദയം തുന്നിക്കെട്ടി. ഇങ്ങനെ നിഷ്ഠൂര ഹൃദയനായി തുന്നിക്കുട്ടി ഹൃദയവുമായിട്ട് എന്തിനാ അയാൾ ജീവിക്കുന്നത്? എന്താ അച്ഛനെ പറഞ്ഞ ഇഷ്ടായില്ലേ? എടി, എന്റെ കൂട്ടുകാരന് പാരയായ നിന്റെ അച്ഛൻ കോന്തുണ്ണി നായര് നാളെ എനിക്കും പറയാവില്ലേ? അച്ഛനെ ധിക്കരിക്കാൻ ചേച്ചിക്ക് ധൈര്യം ഇല്ലാത്തോണ്ടല്ലേ? അപ്പൊ നിനക്ക് ധൈര്യമുണ്ടോ? ധൈര്യം ഉള്ളതുകൊണ്ടല്ലേ ഇയാൾ പറഞ്ഞപ്പോ തന്നെ ചേച്ചിയും കൂട്ടി ഞാൻ അമ്പലത്തിൽ വന്നത്. ഓ, അപ്പോഴേക്കും ദേഷ്യായോ? അതെ, ഒന്ന് നുള്ളട്ടെ. എത്ര നാളായി ഞാൻ എന്റെ പെണ്ണിനെ ഒന്ന് നുള്ളിയിട്ട്. ഇന്ന് ഞാൻ നിന്നെ നുള്ളി. അതെ, ചിരിയിൽ പ്രേമം ചാലിച്ച് വാക്കിൽ തേനും പുരട്ടി വയറ് നിറച്ച് ഊട്ടിയിട്ട് തന്നെയാണോ അവളും പോകുന്നത്? ആണോ? വിഷമാടാ അവൾ ഊട്ടിയത്. ആമാശത്തിലെത്തുന്നതിന് മുന്നേ ഇപ്പൊ തന്നെ തുപ്പിക്കളഞ്ഞ നീ രക്ഷപ്പെടും. തുപ്പടാ. നിനക്ക് എന്ത് പറ്റി? എന്താ അവള് പറഞ്ഞത്? അച്ഛനെ വേദനിപ്പിക്കാൻ വയ്യത്രേ. ബൈപ്പാസ് സർജറി നടത്തി അച്ഛന് വേണ്ടി അവൾ എന്നെ ബൈപ്പാസിൽ ചവിട്ടി ഇറക്കിയടാ. ദേവി പ്രസാദം തൊട്ടാൽ മനസ്സ് മാറി അവളെ തിരിച്ചിട്ടുന്നല്ലേ നീ പറഞ്ഞു? മണ്ണാങ്കട്ട. ഇനിയും നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിന്റെ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയാ. മുറച്ചെറുക്കൻ അരവിന്ദാക്ഷം പോലീസുമായുള്ള കല്യാണത്തിന് മുന്നേ എന്റെ ശവം ഞാൻ അവളെ കൊണ്ട് തീറ്റിച്ചിരിക്കും. ഇത് സത്യം, സത്യം. അമ്മേ, ശക്തി തരണേ. വീട്ടിൽ പോടാ. ഇന്ന് 13-ാം തീയതി 11-നും 11:30-ക്കുമുള്ള ശുഭമുഹൂർത്തത്തിൽ നീ മറ്റൊരു ജീവിതത്തിലേക്ക്, ഞാൻ മറ്റൊരു ലോകത്തേക്കും. കുന്തമാവ ഈ ഷൂസ് ഒന്ന് ഇട്ടേരോ പ്ലീസ്. നിന്റെ ഡാഡിയോട് പറ. ഡാഡി, മമ്മിയുടെ ബ്ലൗസ് തയ്ച്ചു കൊടുക്ക. അയ്യേ, കോന്തൻ ഡാഡി അല്ലേ? ഡാഡിക്ക് ബിപിയാ. എന്താ ബിപി എന്നറിയോ? ബ്ലഡ് പ്രഷർ അല്ല, ഭാര്യയെ പേടി. കോന്തുള്ളി മുത്തച്ഛന്റെ വീട്ടിലെ കല്യാണത്തിന് കുന്തമാവ വരുന്നില്ലേ? ഇല്ല. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മോളുടെ ഡാഡിക്കും മമ്മിക്കും ഒക്കെ ചിരിക്കാൻ ഒരു തമാശ ഒരുക്കണ്ടേ? എന്ത് തമാശ? അത് തിരിച്ചു വരുമ്പോ കാണാം. ഒരുക്കങ്ങൾ കാണുമ്പോ കല്യാണ പെണ്ണ് ഇവിടെയാണോ എന്നൊരു സംശയം. 11-നും 11:30-ക്കും മധ്യയാണ് മുഹൂർത്തം. ഇപ്പൊ തന്നെ മണി 10 നോക്കൂ. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി. അയ്യോ, കാക്കച്ചി കൊത്തി പോയി. അങ്ങനെയല്ല. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. ഇന്ന് കാക്കച്ചി കൊത്തി പോകും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയട്ടെ. എന്താണ് മോനെ? കഴുതയുടെ കല്യാണത്തിന് 2 കൊരങ്ങന്മാർ കച്ചേരി നടത്താൻ പോകുന്ന പോലെയുണ്ട്. ഇറങ്ങുന്നുണ്ടോ ഇങ്ങോട്ട്? കച്ചേരിക്ക് സമയമായി, കല്യാണത്തിന് സമയമായി. കൊരങ്ങ അല്ല, എന്നാണ് അവൻ വിളിച്ചത്. വരട്ടെ, നമുക്ക് കാണാം. ഊണിനൊന്നും നിക്കില്ല. താലികെട്ട് കഴിഞ്ഞാൽ ഉടനെ ഞാനിങ്ങി പോരും. ഇവിടെ വരെ വന്ന് വിളിച്ച സ്ഥിതിക്ക് പോയില്ലെങ്കിൽ മോശമല്ലേ മോനെ? സമയായി. അമ്മ റെഡിയായില്ലേ? വാ പോകാം. ഇതാ വരുന്നു. വരട്ടെ മോനെ. നടക്ക്. ഒന്നുകൂടി വരുന്നുണ്ടോ? ആഹ്ലാദത്തോടെ പോയി ആശംസിച്ചു വരൂ. കല്യാണ അടിയന്തരം കഴിഞ്ഞ് വരുമ്പോ ചാവടിയന്തരത്തിനുള്ള ഒരുക്കം ഞാൻ അവിടെ റെഡിയാക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. ഒരപേക്ഷയുള്ളൂ. മരണാനന്തരം എന്റെ ശരീരാവയവങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് നീ ദാനം ചെയ്യണം. കണ്ണുകൾ എന്റെ ആത്മാർത്ഥ സ്നേഹം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അവൾക്ക് നൽകണം. ഹൃദയം നിഷ്ഠൂരം ഞങ്ങളെ വേർപ്പെടുത്തിയ ഹൃദയമില്ലാത്ത അവളുടെ അച്ഛൻ കോന്തുണ്ണുന്നാർക്ക് തന്നെ സമർപ്പിക്കണം. കിഡ്നി വിറ്റ് വല്ലതും കിട്ടുമെങ്കിൽ നീ എടുത്തോളൂ. അവശേഷിക്കുന്ന മജ്ജയും മാംസവും തെരുവ് വെട്ടികൾക്കോ ചെന്നായ്ക്കൾക്കോ കൊടുക്കരുത്. എന്റെ അളിയന്മാർക്ക് വേണം. അവർ സുഭിക്ഷം തിന്നോട്ടെ എന്ന് ഹൃദയപൂർവ്വം പരേതൻ.
വിട്ടുകൊള്ളൂടെ. സാധനം വച്ചടുത്ത് കാണൂല. നാശങ്ങളൊന്നും തീയും മുട്ടിയിട്ടില്ല. നിർത്തോ, ഇവിടെ ആരുമില്ല. അവന്റെ അമ്മയുടെ ഒരു അമ്മ ചാവാൻ നിർത്ത. അവന്റെ അമ്മയുടെ ഒരു ഉല്ലിഞ്ഞ് പാവം പിച്ചക്കാരനാണ്. എന്തെങ്കിലും ഓ സാർ 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 എന്തെങ്കിലും പിച്ച തരണേ. ഇവിടെ ഇപ്പൊ ആരുമില്ല. ഉണ്ടായിരുന്ന പിച്ചക്കാരൊക്കെ ഒരു തെണ്ടിയുടെ കല്യാണത്തിന് ഭിക്ഷ ഉണ്ടാൻ പോയിരിക്കുക. സാറ് കുളിക്കായിരുന്നോ? ഇതെന്താ മണ്ണെണ്ണയില്? അതെ, ഇവിടെ എല്ലാവരും മണ്ണെണ്ണയിലാണ് കുളിക്കാറ്. കേട്ടിട്ടില്ലേ എണ്ണക്കിണറിന്റെ നാട്ടിലെ പൗരന്മാരെ പറ്റി? പേർഷ്യൻ സിറ്റിസൺസ്. തീപ്പെട്ടി ഉണ്ടായില്ലേ? ഇല്ല. ഒരു തീപ്പെട്ടി കോല് പോലും സ്വന്തമായി കയ്യിലെടുക്കാൻ കഴിവില്ലാത്ത താനൊക്കെ പിച്ചക്കാരനാടോ പരത്തിണ്ടിയുടെ മോനെ പട്ടി. പേർഷ്യൻ സാർ അവസാനത്തെ ഭിക്ഷയാണ്, അത് അറിഞ്ഞു കൊടുക്കണം. സാർ ഈ പാവത്തിന് എന്തെങ്കിലും തരണേ സാർ. ആവശ്യമില്ലാണ്ട് കിടന്ന് അലറി സ്വന്തം വർഗക്കാരുടെ പേര് ചീത്തയാക്കരുത്. തിണ്ടിൽ കൊണ്ടുവരും ഒരു അന്തസ്. സാർക്കത് ഫീൽ ചെയ്തോ? സോറി സാർ. അമ്മേ ദാ വച്ചോളൂ. കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ സമ്പാദ്യ. പോയി നല്ലൊരു തെണ്ടിയായി ജീവിക്കൂ. 2 3 4 5 ആകാശത്തിൽ നിന്നല്ല, പാതാളത്തിൽ നിന്നാണോ?